ഇന്നെൻ്റെ ഒരു ചെറിയ അല്ല കുറച്ചധികം വലിയ ഫിലിപ്പീൻസ് ജേണിയിലോട്ടുള്ളൊരു ചെറിയ വ്ലോഗ് പോലെയാണ്. ഞാൻ എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. സോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, ബോർഡ് ചെയ്യാൻ പോകുന്നു. ആൻഡ് ബോർഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഉറക്കം വന്നു. രാത്രി ഫ്ലൈറ്റ് ആയിരുന്നു. സോ അത് കഴിഞ്ഞ് ബോർഡ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു ഫുഡ് എത്തിയപ്പോഴാണ് കളി മാറിയത്. ഫുഡ് അട്ടർ ഫ്ലോപ്പായിട്ട് തോന്നി. ബട്ട് പിന്നെ കിട്ടിയ ഫുഡ് കാരണം എനിക്ക് തോന്നി ആദ്യം കിട്ടിയ ഫുഡ് നല്ലതായിരുന്നു. ആൻഡ് സിംഗപ്പൂരിൽ ഒരു ചെറിയ ലേ ഓവർ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ബ്രാൻഡഡ് ഷോപ്സാണ്. ആൻഡ് എയർപോർട്ട് ഒരു രക്ഷയില്ല, സോ ബ്യൂട്ടിഫുൾ. സോ അങ്ങനെ ഒരു ലേ ഓവർ ലൈക്ക് 3 hours സംതിങ് ഉണ്ടായിരുന്നു. ബട്ട് അത് പെട്ടെന്ന് പോയി. കാരണം ഞാൻ ഇരുന്ന് ഉറക്കം തൂങ്ങിയൊക്കെ അത് പെട്ടെന്നങ്ങ് പോയി. അടുത്ത ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്ത കൊണ്ട് തന്നു. ആൻഡ് അത് കഴിക്കുന്ന എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം ഞാൻ എങ്ങനെ ഇതൊക്കെയാണ് ഫുഡെങ്കിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ള ടെൻഷനിൽ. പിന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രൗണി പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. ഇത് കൊള്ളായിരുന്നു, ഇത് ശരിക്കും കൊള്ളായിരുന്നു. കാരണം നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് ബൈറ്റ്സിൻ്റെയൊക്കെ ഒരു ഫീലുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാത്തിരുന്ന് കുറേ ബുദ്ധിമുട്ടുള്ള യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ സ്വപ്നങ്ങളുടെ ബണ്ടിലും താങ്ങി സെബു ഫിലിപ്പീൻസിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ഫിലിപ്പീൻസിലെ വിശേഷങ്ങൾ കാണാം.